അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1466. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, സുയാമു യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ്, അഹ്തസിബു അലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേൽ ഞാൻ പ്രതീക്ഷിക്കുന്നു, അൻ യുകഫിറ സനത്തല്ലത്തി ഖബലഹ് വസ്സനത്തല്ലത്തി ബഅദഹ്, മുമ്പുള്ള ഒരു വർഷത്തെ പാപവും ശേഷമുള്ള വർഷത്തെ പാപവും അള്ളാഹു പുറത്തു തരലിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വസുയാമു യൗമി ആഷുറ, ആഷുറ മുഹറം 10 നോമ്പ്, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത്തല്ലത്തി ഖബലഹ്, തൊട്ട് മുമ്പുള്ള വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരലിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അറഫ ദിവസം, ഇന്നത്തെ അസ്തമയത്തോടുകൂടെ അറഫ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ദുൽഹിജ്ജ 9 അറഫ, നമ്മുടെ അറഫ. ആ ദുൽഹിജ്ജ 9 നാം നോമ്പനുഷ്ഠിക്കണം. ഇത് 2 വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കുമെന്നാണ്. കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. വളരെ പുണ്യമുള്ള, വളരെ മുഅക്കദായ, സുന്നത്തായ ഒരു നോമ്പാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എല്ലാവരും നോമ്പനുഷ്ഠിക്കുകയും ആ രാവും പകലും സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയും ദുആ ചെയ്യുകയും വേണം. ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സമയങ്ങളാണ്. അള്ളാഹുവിനോട് സ്വന്തത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടിയും മറ്റു എല്ലാ മോമിനാത്തുകൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. അടുത്ത വർഷത്തെ പാപങ്ങൾ കൂടെ പൊറുപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ തുഹ്ഫയിലും ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിലും ഇമാം നവവി റഹിമഹുല്ലാ ശറഹ് മുസ്ലിമിലൊക്കെ വിശദീകരിച്ചത് കാണാം. 3 നിലക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ അടുത്ത വർഷം അവന് പാപമില്ലാത്ത ജീവിതം അള്ളാഹു സംരക്ഷണം നൽകുമെന്നാണ്. പാപങ്ങളില്ലാത്ത ജീവിതം അവനക്ക് നൽകും, തൗഫീഖ് നൽകും, തെറ്റില്ലാത്ത ജീവിതം അവനക്ക് ലഭിക്കും. അതല്ലെങ്കിൽ അടുത്ത വർഷത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളെ ഈ നോമ്പ് അത് പൊറുപ്പിക്കാൻ കാരണമാകും. മറ്റൊരു കാരണം പറഞ്ഞത്, അടുത്ത വർഷം പൂർത്തിയാകുന്നവരെ അവൻ അള്ളാഹു ദീർഘായുസ് നൽകും എന്നൊക്കെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ട് ഇതിൻ്റെ മഹത്വങ്ങൾ നമ്മുടെ മക്കൾക്കും വീട്ടുകാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും ഈ ദിവസവും രാവും പകലൊക്കെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം. അള്ളാഹു തആല ഈ അറഫ ദിവസം കൊണ്ടും രാവ് കൊണ്ടൊക്കെ വിജയിച്ചവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.